വയനാട്ടിലെ പ്രചാരണത്തിൽ CPIM അവഗണിച്ചുവെന്ന് CPIക്കുള്ളിൽ ഒരു വിഭാഗത്തിന്റെ പരാതി. ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട കുറേ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയെന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊകേരി പ്രതികരിച്ചു. പ്രചാരണത്തിൽ പാളിച്ചുണ്ടായി എന്ന വിമർശനം LDF കൺവീനർ TP രാമകൃഷ്ണൻ തള്ളി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തോറ്റതിന് പൂരം കലക്കിയ പോലീസിനെ കുറ്റം പറയാമെങ്കിലും വയനാട്ടിൽ വോട്ട് കുറഞ്ഞത് CPIക്ക് വലിയ തലവേദനയുണ്ടാക്കും. വയനാട്ടിൽ പരാജയം ഉറപ്പായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയ്ക്ക് കിട്ടിയതിൽ 71,616 വോട്ടുകളാണ് ചോർന്നുപോയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും വലിയ പാളിച്ചയുണ്ടായെന്നാണ് CPIയുടെ വിലയിരുത്തൽ. പ്രചാരണ റാലികളിലും പ്രവർത്തനത്തിലും CPIM നേതാക്കളുടെ സാന്നിധ്യം കുറഞ്ഞു. 10,000 പേരെങ്കിലും പങ്കെടുക്കേണ്ട മുഖ്യമന്ത്രിയുടെ റാലിയിൽ പോലും പങ്കെടുത്തത് പകുതിയിൽ താഴെ ആളുകളാണെന്നും CPI വിലയിരുത്തുന്നു. ഗൃഹസമ്പർക്കവും പോളിംഗ് ദിനത്തിലെ ഏകോപനവും മോശമായെന്നും വിലയിരുത്തലുണ്ട്. തോൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമോ എന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യാത്തവരുണ്ടെന്ന് വയനാട് LDF സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊകേരി. വോട്ട് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ഉത്സാഹം കാണിച്ചു കാണില്ല. അത് LDFന്റെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല. വോട്ടർമാരിൽ എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പോയി വോട്ട് ചെയ്യുന്നത് എന്ന് ഒരു വിഭാഗം ചിന്തിച്ച് കാണും. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. പ്രചാരണത്തിൽ പാളിച്ചയുണ്ടായെന്ന വിമർശനവും TP രാമകൃഷ്ണൻ തള്ളി. ഈ പോളിംഗിന്റെ നില വെച്ചുകൊണ്ട് എന്താണ് ഓരോ സ്ഥലത്തുള്ള യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് വിശകലനം ചെയ്തതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇക്കാര്യത്തിൽ CPMഉം CPM തമ്മിലൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അത് പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അത് CPMഉം പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. വിജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ മുതിർന്ന നേതാവായ സത്യൻ മൊകേരിയെ സ്ഥാനാർത്ഥിയാക്കിയത് CPIക്കുള്ളിലും വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. BJP ചെയ്തതുപോലെ യുവനിരയെ ഇറക്കി ഭാവിയിലേക്ക് സജ്ജമാകണമായിരുന്നുവെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. 24 തിരുവനന്തപുരം.